ക്രിസ്മസ് വരാനായിട്ട് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കാത്തിരിക്കുന്നൊരു പ്ലാന്റ് ഉണ്ട്. അതാണ് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ പോയിൻസെറ്റിയ പ്ലാന്റ്. ക്രിസ്മസ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. അത്രയ്ക്ക് ഭംഗിയാണ് ഈ പ്ലാന്റ്. ഒക്ടോബർ ടു ഡിസംബറാണ് ഇത് നല്ല ഭംഗിയായിട്ട് കാണുന്നത്. ആ സമയമാകുമ്പം ഈ പ്ലാന്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാക്കിയൊരു ഫോട്ടോ അത് നിർബന്ധമാണ്. പറഞ്ഞു വന്നത് ഈ പ്ലാന്റിനെ പറ്റിയാണ്. ഈ പ്ലാന്റിൻ്റെ 100ഓളം വെറൈറ്റികളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിൻ്റെ മഞ്ഞ, വെള്ള, റോസ്, പിങ്ക് അങ്ങനെ ഒരുപാട് കളർ കാണാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും പൂവൊന്നുമല്ല ഹൈലൈറ്റ്. ഇതിൻ്റെ ബ്രാക്റ്റ് എന്നറിയപ്പെടുന്ന മോഡിഫൈഡ് ലീവ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതാണ് ഈ നിറം മാറി വരുന്നത്. ഇതിൻ്റെ പൂക്കൾ ഈ ബ്രാക്റ്റിൻ്റെ അകത്തായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ബ്രാക്റ്റിൻ്റെ സെയിം കളർ തന്നെയായിരിക്കും മിക്കപ്പോഴും പൂക്കളും. ഇത് നട്ട് നനച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ചെടിക്ക് ഓവർ വാട്ടറിങ്ങിൻ്റെയോ ഓവർ സൺലൈറ്റിൻ്റെയോ ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യത്തിന് ബ്രൈറ്റ് ലൈറ്റ് വേണം താനും. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഭാഗം മൂടി കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിൽ ഒരു ഹോൾ പോലെ ഉണ്ടാവും. അതിലൂടെ വെള്ളം ഇറങ്ങി പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പ്ലാന്റും യൂഫോബിയ ഫാമിലിയിൽപ്പെട്ടതായതുകൊണ്ട് ഇതിനൊരു വെള്ള കറയുണ്ട്. അത് ദേഹത്ത് വീണ് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കൈകാര്യം ചെയ്യുമ്പം സൂക്ഷിക്കണം. പിന്നെ എപ്പോഴും പ്രൂൺ ചെയ്ത് ബുഷിയായിട്ട് നിർത്തുന്നതായിരിക്കും ഇത് കാണാൻ എപ്പോഴും ഭംഗി.